ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ മാർക്കറ്റ് അനാലിസിസ് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും മാർക്കറ്റിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്, ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീക്ക്ലി അനാലിസിസ് നമ്മൾ പ്ലാൻ പറഞ്ഞിരുന്നു. നമ്മൾ മാർക്കറ്റ് ഏകദേശം 61,000 എത്തിയാൽ നമ്മൾ എൻട്രി എടുക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. നമുക്ക് നോക്കാം മാർക്കറ്റ് ആ റേഞ്ചിലേക്ക് എത്തിയോ അല്ലെങ്കിൽ നമുക്ക് എൻട്രി കിട്ടിയോ എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. നമ്മളിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, നമ്മൾ 1 hour ടൈം ഫ്രെയിമിലേക്ക് വരുന്നത് നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് എക്സാക്റ്റ് നമുക്ക് അവിടെ എൻട്രി തന്നിട്ടില്ല. നോക്കിയാൽ നമുക്ക് നമ്മുടെ എൻട്രി പോയിന്റ് ഒരു 250 പോയിന്റ് താഴെ വെച്ച് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, താഴത്തേക്ക് ചെറിയൊരു ഫോള് നടന്നു. ഏകദേശം മാർക്കറ്റ് 2000 പോയിന്റ് ഒരു മൂവ്മെൻറ്റ് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. മാർക്കറ്റിന് നമുക്ക് എൻട്രി തരാതെ മാർക്കറ്റ് അഗ്രസീവായിട്ട് ഒരു 2000 പോയിന്റ് മൂവ്മെൻറ്റ് തന്നു. മാർക്കറ്റ് വീണ്ടും അതിനുശേഷം റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷ. ഓൾറെഡി നമ്മൾ ലിമിറ്റിൽ എൻട്രി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. നോക്കി കാണാൻ സാധിക്കും മാർക്കറ്റ് അതിനും ഒരു 350 പോയിന്റ് താഴെ വെച്ച് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. സ്റ്റിൽ നമുക്ക് നോക്കി കാണാൻ സാധിക്കും മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു സപ്പോർട്ടിംഗ് ഏരിയ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിംഗ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എന്നിരുന്നാലും മാർക്കറ്റ് നമുക്ക് എൻട്രി പോയിന്റിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഇല്ല. മാർക്കറ്റ് എക്സാക്റ്റ് പുൾ ബാക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരും എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം മാർക്കറ്റിൽ താഴെ ഈക്വൽ ലോസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് എന്തായാലും ഈ ഈക്വൽ ലോസ് ടേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ടാർഗറ്റിലേക്ക്, നമ്മുടെ ടാർഗറ്റ് വെച്ചിരിക്കുന്ന 52,000 ടാർഗറ്റിലേക്ക് എക്സാക്റ്റ് ആയിട്ട് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. സ്റ്റിൽ നമുക്ക് എൻട്രി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. നമുക്ക് നല്ലൊരു എൻട്രി കിട്ടാൻ നല്ലൊരു സോണില്ല. ഇനിയിപ്പം ഓൾറെഡി ഈ ഒരു സോണിൽ മാർക്കറ്റ് എത്താത്തത് കൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു സോണിൽ മാർക്കറ്റ് എൻട്രി കിട്ടിയാൽ സ്റ്റിൽ നമ്മൾ ആ എൻട്രി എടുക്കുന്നതാണ്. ഇതുവരെ നമുക്ക് അങ്ങനൊരു പ്ലാൻ കിട്ടിയിട്ടില്ല. ഓൾറെഡി നമ്മുടെ വ്യൂ ബെയറിഷ് തന്നെയാണ്. നമുക്ക് ഓൾറെഡി പ്ലാനൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിൽ വെയിറ്റിങ്ങിലാണ്. നിലവിൽ നമുക്ക് ഇതുവരെ ഇന്നത്തെ ദിവസം നമുക്ക് ഓൾറെഡി ഇതുവരെ എൻട്രീസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ എൻട്രീസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പ്ലാൻ ഫെയിൽഡ് ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ നമുക്ക് ഇനി മറ്റൊരു പ്ലാനിലേക്ക് നമ്മൾ വലിയൊരു പ്ലാനിലേക്ക് പ്രതീക്ഷിക്കുന്നത് ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷമായിരിക്കും. ഈ ഒരു നമ്മുടെ ടാർഗറ്റ് സോൺ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ വലിയൊരു ട്രേഡിലേക്ക് നോക്കുന്നത്. സ്റ്റിൽ നമ്മളിവിടെ ചെറിയ ട്രേഡ്സാണ് ഓൾറെഡി പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 1000 പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു 1200 പോയിൻറ്റ് മൂവ്മെൻ്റ് ഒക്കെയാണ് നമ്മൾ ക്യാച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. സ്റ്റിൽ നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മൾ നല്ലൊരു എൻട്രിക്കായിട്ട് വെയിറ്റിംഗ് ആണ്. ഇന്നലെ നമുക്ക് ട്രേഡ്സ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇന്നും നമുക്ക് ട്രേഡ്സ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഈ മാസം നമ്മൾ പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് കുറച്ച് എൻട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മാസം നമുക്ക് ഒരു 4 എൻട്രി അടുത്ത് SL അടിച്ചെന്ന് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ സ്റ്റിൽ നല്ല പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്ഡേഷൻ ഓൾറെഡി നമ്മൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ നല്ല ട്രേഡ്സ് ഓൾറെഡി നമുക്ക് ഇന്ന് 30-ാം തീയതിയാണ്. ഈ മാസത്തെ ഏകദേശം ട്രേഡ്സുകളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ നല്ലൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നു. നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിയാൽ നമ്മളത് എടുക്കുന്നതാണ്. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടോ. മാർക്കറ്റ് ഒരു പുൾ ബാക്ക്, ഈ ഒരു പുൾ ബാക്കിൽ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിയാൽ സ്റ്റിൽ നമുക്ക് ഏകദേശം ഒരു 60-200 റേഞ്ചിലൊക്കെ എൻട്രി കിട്ടിയാൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ബൈ ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഒരു പോയിന്റിൽ നമ്മുടെ ഈ എൻട്രി പോയിന്റ്, ഈ ഒരു 61,000 എൻട്രി പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തിയാൽ നമ്മളിവിടെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സെല്ല് ചെയ്യുന്നതാണ്. എന്നാൽ നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ടോ, അതല്ല ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ടാർഗറ്റിലേക്ക് പോവുകയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാൽ നമുക്ക് ഈ ഒരു എൻട്രി പോയിന്റിലേക്ക് മാർക്കറ്റ് ഇനിയും വരും എന്നുള്ള പ്രതീക്ഷയില്ല. ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഈ ടാർഗറ്റ് അടിക്കും എന്ന് തന്നെയാണ് നമ്മൾ സ്റ്റിൽ കരുതുന്നത്. എന്നാൽ നമുക്ക് നോക്കാം. നമുക്ക് പകുതിക്ക് എൻട്രി ഇല്ല, മീൻസ് ഓൾറെഡി നമുക്ക് മാർക്കറ്റ് പോകുന്ന വഴിയിൽ ഓടിച്ചിട്ടുള്ള എൻട്രി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ എൻട്രീസ് ഒന്നും നോക്കാത്തത്. നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും ഏകദേശം ഒരു 1000 പോയിൻറ്റ് ഇനിയും മാർക്കറ്റ് മൂവ് ചെയ്യാനുണ്ട്. 1000-1200 പോയിൻറ്റ് മാർക്കറ്റ് ഇനിയും മൂവ് ചെയ്യാനുണ്ട്. എന്നിരുന്നാൽ നമ്മൾ നമ്മുടെ ഒരു ബെറ്റർ എൻട്രി അല്ലാത്തതുകൊണ്ട് നമ്മുടെ എൻട്രി പോയിൻറ്റ് ഈ ഒരു സോണിൽ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ആ എൻട്രീസ് ഒന്നും എടുക്കുന്നില്ല. സ്റ്റിൽ നമ്മൾ വെയിറ്റിംഗ് ആണ്. മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഡേ എന്തായാലും വാച്ച് ചെയ്യാം. അപ്പോൾ നാളെ വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.